നോക്കാം, ശ്രദ്ധിച്ചോളൂ. ബാച്ച് കോസ്റ്റിംഗ് ആണ്. സ്റ്റഡി മെറ്റീരിയലിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോമ്പണൻറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട? ഗോൾഡ് കുഴപ്പമില്ല, ഇവിടെ ഗോൾഡ് മാറി എന്തായി? ഡയമണ്ടായി, അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കണം, നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം. ഈ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുൻപേ ശ്രദ്ധിക്കൂ പ്ലീസ്. ഇപ്പം പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപേ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവും. പ്രൊഡക്ഷന് മുൻപേ ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട്, അതാണെന്ത്? സെറ്റപ്പ് എന്നാ പറയാം. എന്താ പറയാ? സെറ്റപ്പ്, അല്ലെങ്കിൽ ഏതാണ്? സെറ്റിംഗ് അപ്പ്. ആദ്യം സെറ്റപ്പ് ചെയ്യണം, എന്നിട്ടേ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം ന്യൂസ് പേപ്പർ സെറ്റ് ചെയ്യണം, അതിൽ ആർട്ടിക്കിൾസ് ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ചെയ്യണം. എന്നിട്ടൊരു സ്വിച്ച് ഇട്ടാൽ എന്തായി? പ്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ സെറ്റിംഗ് അപ്പിൻ്റെ സമയത്ത് എന്തൊക്കെ വരും എന്ന് ചോദിച്ചാൽ എന്താണ്? മെറ്റീരിയൽ അല്ലാത്ത മറ്റുള്ള കോസ്റ്റുകളൊക്കെ എപ്പോൾ വരും? സെറ്റിംഗ് അപ്പിൻ്റെ സമയത്ത് വരും. ഓക്കെ അല്ലേ? യെസ്. ലേബർ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഓവർ ഹെഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഡയമണ്ട് എന്നാണ് പേര്. അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എത്ര രൂപ പറയുന്നത്? 10 പെർ കോമ്പണന്റ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര? 10 രൂപ. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? 6 മിനിറ്റ്. 6 മിനിറ്റ് പ്രൊഡ്യൂസ്. മെഷീൻ ഓപ്പറേറ്റർക്ക് എത്ര രൂപ കൊടുക്കുന്നത്? ഒരു മണിക്കൂറിന് എത്ര രൂപയാണ്? 12 രൂപ. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു മണിക്കൂറിനാണ് 12 രൂപ. മെഷീൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെഷീൻ ഹവർ റേറ്റ് എന്തിന് വേണ്ടിയിട്ടുള്ളതാണ്? ഓവർ ഹെഡിനുള്ളതാണ്. ഏതാ? ഓവർ ഹെഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ 3 കോസ്റ്റ് ഇപ്പോൾ മനസ്സിലായി. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, പിന്നെ ലേബർ. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ മെഷീൻ ഓപ്പറേറ്റർ കൊടുക്കുന്ന പൈസ പറഞ്ഞാൽ ലേബർ അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റർ വേജ്. പിന്നെ എന്താണ്? മെഷീൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഉദ്ദേശിച്ചത്? ഓവർ ഹെഡ്. പെർ ഹവറിനാണ് എത്ര? 72. ഇവിടെ പെർ ഹവറിന് എത്ര? 12. സെറ്റിംഗ് അപ്പിൻ്റെ സമയം എത്രയെന്ന് വെച്ചാൽ 3 മണിക്കൂറാണ്. ഓക്കെ അല്ലേ? 3 മണിക്കൂർ എടുക്കും സെറ്റിംഗ് അപ്പിൽ. ഓക്കെ, അപ്പോൾ ആദ്യം സെറ്റിംഗ് അപ്പ് ഉണ്ടാവും, പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പറയുന്നത് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഷോവിങ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇത് സെപ്പറേറ്റ് തന്നെ കാണിക്കണം. പിന്നെ ബോത്തിന് ഏതാണ്? ടോട്ടൽ ഫോർ ബാച്ച് പെർ കോമ്പണന്റ് അസ്യൂമിങ് ദ ബാച്ച് സൈസ് ഓഫ്. അഥവാ കോളം വരുമ്പോൾ ഇങ്ങനെ വരണം. ഏതാ? 3 ബാച്ച് സൈസ് ഉണ്ട്. ഏതാണ്? 100, 150, 200. എന്ത് ബാച്ച് സൈസ് എന്ന് പറഞ്ഞാൽ 100 എണ്ണം ഉള്ള ഗോൾഡ് അല്ല, സോറി, 100 ഡയമണ്ട് ഉണ്ടാക്കുക. ഇവിടെ എത്ര? 150 ഡയമണ്ട് ഉണ്ടാക്കുക. പിന്നെ എത്ര? 200. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എത്ര ഡയമണ്ട് ഉണ്ടാക്കിയാലും സെറ്റപ്പ് കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം സെറ്റപ്പ് സമയം എത്ര വരും? അപ്പോൾ 100 എണ്ണം ഉണ്ടാക്കുമ്പോൾ സൈക്കിളാന്ന് വിചാരിക്കുക, 100 സൈക്കിൾ ഉണ്ടാക്കുകയാണ് ഒരുമിച്ച്. അതിന് മുൻപേ ഉള്ള സമയം എത്ര മണിക്കൂറാണ് വേണ്ടി? സെറ്റപ്പ് 3 hours. 150 നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിലും മുന്നുള്ള സമയം എത്ര വേണം? 3 hours. 200 ഉണ്ടാക്കാനും എത്രയാണ്? 3 hours. പ്രാക്ടിക്കലി അങ്ങനെ ആവും, ചിലപ്പോൾ അങ്ങനെ ആവില്ല. പക്ഷേ നമ്മുടെ ബാച്ചിങ്ങിൻ്റെ ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ അസംഷൻ എന്താണ്? അങ്ങനെയാണ്. ഓക്കെ ആണോ? യെസ്. സെറ്റിംഗ് അപ്പ് കോസ്റ്റിൽ ഏതാ വരിക? ലേബറിൻ്റെ വേജും വരും, പിന്നെ ഏതും വരും? ഓവർ ഹെഡും വരും. ലേബർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ച മെഷീൻ ഓപ്പറേറ്റർ കേട്ടോ, അങ്ങനെ എഴുതാം. പ്രൊഡക്ഷൻ്റെ സമയത്ത് ഏതൊക്കെ വരും? മെറ്റീരിയലും വരും, ലേബറും വരും, പിന്നെ ഏത് വരും? ഓവർ ഹെഡും വരും. മനസ്സിലായ? മെഷീൻ സെറ്റാക്കാനും അതിൽ ഓയിൽ ഇതാക്കാനും അതിന് വേണ്ടി റോ മെറ്റീരിയലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് സെറ്റിംഗ് അപ്പ് പോലെ. സ്വിച്ചിട്ടാൽ പിന്നെ പ്രൊഡക്ഷൻ നടത്തും. ആ സമയത്താണ് മെറ്റീരിയൽ ആവശ്യമുള്ളൂ. അപ്പോഴും ലേബറും ഏതുണ്ടാവും? ഓവർ ഹെഡ്, കറണ്ട് ബില്ലും മറ്റൊക്കെ വേണ്ടേ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം, ശ്രദ്ധിക്കാം. ഇനി അടുത്ത പോയിന്റ്, സെറ്റിംഗ് അപ്പ് കോസ്റ്റ് യൂണിറ്റിനനുസരിച്ച് എന്ത് ചെയ്യില്ല, അതൊരു ടോട്ടലാണ്, വിച്ച് മീൻസ് ഫിക്സ്ഡ് ഇൻ നാച്ചറാണ്. ഏതാ? ഫിക്സ്ഡ് ഇൻ നാച്ചർ. ഇതൊക്കെ ഏത് നാച്ചറാണ്? വേരിയബിൾ കോസ്റ്റ് ഇൻ നാച്ചറാണ്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം സെറ്റിംഗ് അപ്പ് കോസ്റ്റ് നോക്കാം. സെറ്റിംഗ് അപ്പ് സമയത്ത് ഏതൊക്കെ വരും? ലേബറിനും പിന്നെ ഏത് ഓവർ ഹെഡിൽ വരും. ലേബറിൻ്റെ കഥ എങ്ങനെ നിങ്ങൾ പറയും? 3 മണിക്കൂറല്ലേ, ഒരു മണിക്കൂറിന് എത്ര രൂപ കൊടുക്കണം? 12. അപ്പോൾ സെറ്റിംഗ് അപ്പ് സമയത്ത് എത്ര വരും? 3 × 12 എത്ര വരും? 36. ശ്രദ്ധിക്കണം കേട്ടോ, 100 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര കൊടുക്കുക? 36. അപ്പോൾ ഒരു യൂണിറ്റിന് എങ്ങനെ വരിക? 36 ÷ 100 എത്ര വരും? 0.36. ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണ്
നിങ്ങൾ എത്ര ബാച്ച് സൈസ് ആണെങ്കിലും നിങ്ങളുടെ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എത്രയായിരിക്കും? സെയിം ആണ്. സെറ്റിംഗ് അപ്പ് കോസ്റ്റ് നിങ്ങൾ 100 ഉണ്ടാക്കുകയാണെങ്കിൽ 3 hours ഇൻറ്റു എത്രയാണ്? 12. 150 ഉണ്ടാക്കുകയാണെങ്കിലും എത്ര ഹവേഴ്സാണ്? 3 hours ഇൻറ്റു 12. 200 ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ഹവേഴ്സാണ്? 3 hours ഇൻറ്റു 12. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഏത് മാറൂല? ടോട്ടൽ മാറൂല. ഇവിടെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ എഴുതാണെങ്കിൽ എങ്ങനെ നോട്ട് എഴുതാൻ പറയും? ഇവിടെ ആണെങ്കിൽ ഏതാണ് നോട്ട് എഴുതാം? ടോട്ടൽ ഓഫ് ഏതാണ്? സെറ്റിംഗ് അപ്പ് കോസ്റ്റ് വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ അല്ലേ? അത്രേ പറയുള്ളൂ. ഇനി അപ്പുറത്ത് പിന്നെ പെർ യൂണിറ്റ് എന്തായിരിക്കും? പെർ യൂണിറ്റ് എന്തായിരിക്കും? വിൽ ചേഞ്ച് ആയിരിക്കും. കോമൺ സെൻസ് ആണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഏതുപോലെയാണിത്? ഫിക്സഡ് കോസ്റ്റ് പോലെയാണ്. ഏതുപോലെ? ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ദെൻ അടുത്ത് യൂണിറ്റിന് പ്രൊപ്പോർഷനേറ്റിലല്ല. കുഴപ്പമില്ലല്ലോ. ഓവർ ഹെഡും ഈസിയാണ്. 72 പെർ ഹവറാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെ കാണാം? 3 ഹവറിന് 72 വെച്ച് എത്ര വരും? 216. പെർ യൂണിറ്റ് ഞാനിവിടെ എഴുതിയിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 216 ഡിവൈഡ് ബൈ 100 എത്ര വരും? 2.16. കുഴപ്പമില്ലല്ലോ. അതേപോലെ ഓരോന്ന് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ 216 ഡിവൈഡ് ബൈ 150, 216 ഡിവൈഡ് ബൈ 200. സിമ്പിൾ അല്ല പരിപാടി. ഇനി പ്രൊഡക്ഷൻ കോസ്റ്റ് ഏതുപോലെയാണ്? സിമിലർ ടു ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. സിമിലർ ടു നല്ല വാരിയബിൾ കോസ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ, ലേബറൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അപ്പോൾ ടോട്ടൽ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് കിട്ടിയിട്ടാണ്. സിമ്പിൾ. പ്രൊഡക്ഷൻ മെറ്റീരിയൽ എത്ര പറയുന്നത്? പെർ യൂണിറ്റിന് എത്രയാണ്? 10. ഒന്നും പറയാനില്ല. ക്ലിയർ അല്ലേ? പറയണ്ട? ഇല്ല. 100 യൂണിറ്റ് ആകുമ്പോൾ 100 ഇൻറ്റു 10,000. 150 യൂണിറ്റ് ആകുമ്പോൾ 150 ഇൻറ്റു 10 1500. പിന്നെ 200 യൂണിറ്റ് ആകുമ്പോൾ 200 ഇൻറ്റു 10 എത്രയാണ്? 2000. അടുത്ത വേജസ് പറയുന്നത് എത്രയാണ്? ഒരു യൂണിറ്റിൻ്റെ വേജസ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഒരു മണിക്കൂറിനാണ് 12 രൂപ. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുക? 6 മിനിറ്റ്. അപ്പോൾ 12 പെർ ഹവർ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിന് എത്ര വരിക? 12 ഡിവൈഡ് ബൈ 60. ഇൻറ്റു എത്രയാണ്? 6. എത്ര വരും? 1.2. എന്താണ് 1.2 പറഞ്ഞാൽ? ഒരു ഗോൾഡ് എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ലേബർ. പെർ യൂണിറ്റ് എല്ലായിടത്തും സെയിം അല്ലേ? സംശയമില്ലല്ലോ. 100 ഉണ്ടാക്കുമ്പോൾ ഇൻറ്റു 100 അടിക്കുക. 150 ഉണ്ടാക്കുമ്പോൾ ഇൻറ്റു എത്രയാണ്? 150 അടിക്കുക. അങ്ങനെ ആകും. സിമ്പിൾ. അതേപോലെ തന്നെ ഓവർ ഹെഡും 72 പെർ ഹവറാണ്. അപ്പോൾ 72 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 6 മിനിറ്റ് എത്ര വരും? 72 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 7.2. അങ്ങനെ സിമ്പിളാണ് പരിപാടി. കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് വെക്കുക. ഈ ടോട്ടലും പിന്നെ ഈ ടോട്ടലും ഈ ടോട്ടലും ഈ ടോട്ടലും ഈ ടോട്ടലും പിന്നെ വേറെ ടോട്ടൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം. അടുത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരാ? നമ്മുടെ കോൺട്രാക്ട്. അങ്ങോട്ട് പറഞ്ഞിട്ട് സമയം തരാം. വായിച്ചോക്കല്ലേ? വായിക്കേ. ഒരു DQR Limited under 2K contract on 1st April 2023. Construction of a building. Contract price എത്രടാ? 45 ലക്ഷം. During the first year 2023-24 the following amount were spent against which sum 16,87,500. അത് 90% ഓഫ് ഏതാണ്? വർക്ക് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് കാണാനുള്ള ഈ 18,70,000. സംശയം. മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യണം. വേജസ് പെയ്ഡ് ഡെബിറ്റ് ചെയ്യണം. ഓവർ ഹെഡ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അത് ഫസ്റ്റ് ഇയറിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ സെക്കൻഡ് ഇയർ വേറെ തന്നില്ല. നല്ല ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2023 ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത് 2023 എന്നിട്ട് 23-24 കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. കൂടാതെ ഏതും പറയുന്നുണ്ട് 24-25 ഉണ്ട്. ബോത്ത് ഇയറിനെ കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തീരുമാനമാക്കാം. ഫസ്റ്റ് 2 കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഫസ്റ്റ് ഇയറിൽ സെറ്റ് മെറ്റീരിയൽ യൂസിൽ 7,87,500 കറക്റ്റാണ്. വേജ് പെയ്ഡ് 4,50,000 കറക്റ്റാണ്. ഓവർ 2,00,000 കറക്റ്റാണ്. ദെൻ 18,70,000 കറക്റ്റാണ്. ഒന്നും നോക്കാല്ല. നോഷ പ്രോഫിറ്റ് 5,00,000 എത്ര കിട്ടും? 25,000 കിട്ടും. ഡ്രോ ഡൗൺ ചെയ്യാം. എമൗണ്ട് ട്രാൻസ്ഫർ ടു PNL കാണിക്കണം. എമൗണ്ട് ട്രാൻസ്ഫർ ടു PNL ആണെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്?
18,75,000 ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 45 ലക്ഷം. അടിക്കടിക്ക് 18,75,000 ഡിവൈഡ് ബൈ 45 ലക്ഷം ഇൻറ്റു 100 14 41. അപ്പോൾ ഏതാ സ്ലാബ്? സെക്കൻഡ് സ്ലാബ്. അപ്പോൾ എമൗണ്ട് ട്രാൻസ്ഫർ ടു പി എൻ എങ്ങനെ കാണാം? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ സെറ്റ് ഉള്ള നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിളാണ്. നോഷണൽ പ്രോഫിറ്റ് 5 ലക്ഷത്തിൽ എത്ര വരും? 25,000 1/3 ആണ്. പിന്നെ ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ സർട്ടിഫൈഡ് പെർസെൻറ്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട് 90% കണക്ട്. അങ്ങനെ എത്രയാണ്? വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് എത്ര പോകും മക്കളെ? 3,67,500. വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് അല്ലല്ലോ പോവുക, റിസർവിലേക്കാണ്. അതന്നെ റിസർവ് ഏതിൻ്റെ ഭാഗമാണ്? വർക്കിംഗ് പ്രോഗ്രസ്. ഓർക്കണോ? ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാണിക്കുമ്പോൾ എങ്ങനെ കാണുക? വർക്കിംഗ് പ്രോഗ്രസ്, അതിൽ സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്, എമൗണ്ട് റിസീവ്ഡ് ലെസ് ചെയ്യുക, റിസർവ് എന്ത് ചെയ്യുക? ലെസ് ചെയ്ത് അങ്ങനെ കാണിക്കാം. നിങ്ങൾ റിസർവ് എന്നെല്ലാം കൂടി പഠിച്ച് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. നത്തിങ് ഗ്രേറ്റ്. ക്ലിയർ? കോൺട്രാക്റ്റഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞില്ല? ഉണ്ടല്ലേ, കോൺട്രാക്റ്റഡ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ കോൺട്രാക്റ്റഡ് കയ്യിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ എൻട്രി എന്താണ് പ്രിയപ്പെട്ടവരെ? ക്യാഷ് അക്കൗണ്ട് ടു കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്ട് ചെയ്ത് ബൈ ക്യാഷ് ഓർ ബാങ്ക് 16,87,500 എഴുതി. ബാലൻസ് ചെയ്തപ്പോൾ എത്ര വന്നു? അത്ര തന്നെ വന്നു. നത്തിങ് ഗ്രേറ്റ്. കുഴപ്പമില്ലല്ലോ. കോൺട്രാക്ട് ഇപ്പോൾ നമ്മുടെ അസറ്റാണോ ലയബിലിറ്റിയാണോ? ലയബിലിറ്റി. ദെൻ ഇയർ ഏതാണ്? 2ലേക്ക് പോവാം. ഇയർ 2 എന്താ ഉണ്ടാവുന്നത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇയർ 1ൻ്റെ ഈ ക്ലോസിംഗ് ഇല്ലേ, ഈ വർക്കിംഗ് പ്രോഗ്രസ്, അതേപോലെ ഈ സാധനങ്ങളൊക്കെ വർക്കിംഗ് പ്രോഗ്രസ് കണ്ട ഈ എമൗണ്ട് ബിക്കം അല്ലെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഓഫ് ഇയർ 1 ബിക്കം ഏതായി? ഓപ്പണിംഗ്. കണ്ട ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എഴുതി കണ്ടില്ലേ? പക്ഷെ എഴുതിയ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും ഏത് ലെസ് ചെയ്ത് എഴുതാം? റിസർവ് ലെസ് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച് ഇങ്ങനെ അല്ലല്ലോ. അല്ല എന്താ 2 വർക്കിംഗ് പ്രോഗ്രസ് എത്ര എഴുതാം? 18,75,000 തന്നെ ഇവിടെ എഴുതിക്കോളൂ. ബൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏത് എഴുതും? റിസർവ് അല്ലേ? കണ്ട മക്കളെ, ഈ റിസർവിനെ ഇങ്ങോട്ടും ഈ അപ്പർ വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിങ്ങിനെ ഇങ്ങോട്ടും ആക്കാം. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തതിന് പകരം വരെ എന്ത് ചെയ്തു? ലെസ് ചെയ്ത് എഴുതി. ഇങ്ങനെ ചെയ്യണമെന്നില്ല, മറ്റു ചിലവും ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ ടെക്സ്റ്റിൽ പോലും ഇങ്ങനെയല്ല. ഏതാണ് ബ്രൗൺ ഓൺ ചെയ്തിട്ടാണ് കളി. ഇത് സജസ്റ്റഡ് ഇങ്ങനെ തന്നു. നത്തിങ് ഗ്രേറ്റ്. സിമ്പിൾ സാധനം. ദെൻ നമുക്കിനി അടുത്ത എക്സ്പെൻസുകൾ നോക്കാം. സെക്കൻഡ് ഇയറിൽ എന്താ? മെറ്റീരിയൽ യൂസ്ഡ് 11,20,000, 9 ലക്ഷം പേജസ്, ഓവർഹെഡ് 2,20,000. ചെക്ക് ചെയ്യാം. ശരിയല്ലേ? 11 ലക്ഷത്തിൽ 9 ലക്ഷം 2 ലക്ഷം സെറ്റ്. അടുത്തത് പറയുന്നത് സെക്കൻഡ് ഇയറിൽ കോൺട്രാക്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ദ സം ഓഫ് 26,20,000 വാസ് റിസീവ്ഡ് ബൈ ദ കോൺട്രാക്ട്. ഫുൾ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതേ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഇൻട്രൊഡക്ഷൻ നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്. വെൻ കോൺട്രാക്ട് ഫിനിഷ് കോൺട്രാക്റ്റ് ബിക്കം എന്തായി മാറും? അസറ്റ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ജനറലിൻ്റെ എന്താ എഴുതാം? കോൺട്രാക്റ്റ് കോൺട്രാക്ട് ടു കോൺട്രാക്ട്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ബൈ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതും? 45 ലക്ഷം. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റിൽ തന്നെ അതല്ലേ ചെയ്ത് കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആകുമ്പോൾ. ഓക്കെയാണ്? ഉപമൊക്കെ തന്നിരുന്നല്ലേ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ് ടു സെയിൽസ്, പിന്നെ സെയിൽസ് അക്കൗണ്ട് അപ് ടു ഏതാണ്? ട്രേഡിങ്. അപ്പോൾ സെയിൽസ് വെട്ടിപ്പോയാൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ട്രേഡിങ്. ഡെപ്റ്റേഴ്സിന് പകരം ഇവിടെ ആരാ? കോൺട്രാക്റ്റ്. ട്രേഡിങ്ങിന് പകരം ആരാ? കോൺട്രാക്ട് അക്കൗണ്ട്. ട്രേഡിങ്ങും കോൺട്രാക്ട് അക്കൗണ്ടൊക്കെ ഒരേ കാറ്റഗറിയാണ്. ബിക്കോസ് ദീസ് ഓൾ ആർ ഏതാണ്? നോമിനൽ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ ഇനി ഒന്നും പറയാല്ല. നമുക്ക് ബാലൻസ് ഫിഗർ എങ്ങോട്ട് പോവാം? P&L-ലേക്ക് പോവാം. കാരണം എന്താ? 100% കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാതെ വരുമ്പോഴല്ലേ നമുക്ക് ഏതുള്ളൂ? കൺസർവേറ്റിസം കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ആശങ്ക ഉള്ളൂ. നമുക്ക് എമൗണ്ട് ഇനി വരുമോ ഇല്ലേ എന്നൊക്കെ അറിയുന്ന പ്രശ്നങ്ങളുള്ളൂ. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. 100% എന്താണ്? കംപ്ലീറ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ വേറെ പോയിന്റ് വരാണ്ട്. ഇതിൽ എമൗണ്ട് ഫുൾ എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ കോൺട്രാക്റ്റി അക്കൗണ്ട് കണ്ടില്ലേ? അതിൽ ഓൾറെഡി നമ്മുടെ എമൗണ്ട് എത്രയുണ്ട്? ബാലൻസ് 16,87,500. അതിന് നമുക്ക് ബ്രോഡ് ഓൺ ചെയ്യാം. കണ്ടില്ലേ? ബൈ ബ്രോഡ് ഓൺ എത്ര? 16,87,500. പിന്നെ ഇപ്പോൾ പൈസ തരുന്നുണ്ട്. കണ്ട എത്ര പൈസ തരുന്നത്? ഈ പ്രാവശ്യം തരുന്നുണ്ട് 26,20,000. അതിൻ്റെ ചാനൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അപ് ടു കോൺട്രാക്ട്. അപ്പോൾ എന്തെഴുതും? ബൈ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് 26,20,500. കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ ഒരു എൻട്രി എഴുതിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഏതാ?
കോൺട്രാക്ട് അക്കൗണ്ട് അപ്റ്റർ ടു കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ എന്ത് എഴുതും? ടു കോൺട്രാക്ട്. അങ്ങനെ ബാലൻസ് ചെയ്ത് തരും. ഇനി എത്ര രൂപകൾ തരാനുണ്ട്? ഓക്കെ അല്ലേ? ബാലൻസിങ് ഫിഗർ കുഴപ്പമില്ലല്ലോ. പറയണം കൂടെ. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഇപ്പം തന്നതുണ്ട്. ടോട്ടൽ എമൗണ്ട് ആണ് തരാനുള്ളത് 45 അതിലേക്ക് ഇത്ര എമൗണ്ടേ തന്നിട്ടുള്ളൂ, ബാക്കി എമൗണ്ട് തരാനുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചെയ്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. CA ഇൻ്ററിൻ്റെ ഒരു ശരവണ പ്രസാദിൻ്റെ ഈ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ എന്തെടുക്കണം? ഈ ക്യാഷിന് പ്രപ്പോർഷനേറ്റ്ലി എടുക്കണം എന്നൊക്കെ ഓർക്കണ്ട. അഥവാ ഈ എമൗണ്ടിൻ്റെ നോഷൻ പ്രോഫിറ്റ് എന്ന് പറയാം. എന്നിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L എഴുതുമ്പോൾ പെർസെൻറ്റേജ് എത്രയാണ്? 90%. ഇവിടെ ഇപ്പം ഒരു പണിയോ ഇതൊരു കാൽക്കുലേറ്റ് ചെയ്ത് തരും. 45 ലക്ഷത്തിൻ്റെ 10% എടുത്തേ 4,50,000. അപ്പോൾ അങ്ങനെയൊന്നും അല്ല തന്നല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ? പറഞ്ഞില്ല. കഴിഞ്ഞ 90% അല്ലാതെ തന്നത്. ഇവിടുത്തെ കളിയൊക്കെ 90% അല്ല അത് തന്നുള്ളത് അല്ലേ? ഇപ്രാവശ്യം അതേ പാറ്റേൺ ഫോളോ ചെയ്തുണ്ടോ എന്ന് ആലോചിച്ചാണ്. ഇല്ല. ഓക്കെ അല്ലേ? അവഹേളിച്ചു. ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 7,42,500 ഇൻറ്റു ക്യാഷ് റിസീവ്ഡിൻ്റെ പെർസെൻറ്റേജിലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ക്യാഷ് റിസീവ്ഡിൻ്റെ പെർസെൻറ്റേജ് പറയുമ്പോൾ 7,42,500 ഇൻറ്റു ക്യാഷ് ഇപ്പോൾ എത്ര കിട്ടി? മൊത്തം ക്യാഷ് കിട്ടി പറയും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 16,87,500 പ്ലസ് 26,25,000 43,12,500 ഡിവൈഡഡ് ബൈ 45 ലക്ഷം. ഇങ്ങനെ ചെയ്ത എമൗണ്ട് എത്രയാണോ അതാണ് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പഠിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. കാരണം കോൺട്രാക്റ്റ് ഇനിയും പൈസ തരാതിരുന്നാൽ അതെന്താവും? ബാഡറ്റ് ആവും. അപ്പോൾ നിങ്ങൾ പ്രപ്പോർഷനേറ്റ്ലി മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇതാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രം ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അല്ലാത്തവർ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട? ബോധരാവണ്ട. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ.